യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന വർത്തമാനം നെഹമ്യാവ് കേട്ടപ്പോൾ അവൻ ഉടൻ ചെയ്തതത്രേ. 1 ഇരുന്നു, 2 കരഞ്ഞു, 3 ദുഃഖിച്ചു, 4 ഉപവസിച്ചു, 5 പ്രാർത്ഥിച്ചു. നല്ലതല്ലാത്തതായ വർത്തമാനം കേൾക്കുമ്പോൾ ദുഃഖമുണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ആ ദുഃഖം നമ്മെ നിരാശയിൽ കൊണ്ടെത്തിക്കുവാൻ നാം അനുവദിച്ചുകൂടാ. ലോക മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്തതും എന്നാൽ ദൈവമക്കൾക്ക് ചെയ്യുവാൻ കഴിയുന്നതുമായ കാര്യമത്രേ ദൈവസന്നിധിയിലിരിക്കുക, കരയുക, നമ്മുടെ ദുഃഖം കർത്താവിനോട് പറയുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക എന്നത്. എല്ലാറ്റിൻ്റെയും പരിഹാരം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നാം കേൾക്കുന്ന ദുർവർത്തമാനം നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ നടന്നതായ കാര്യമായിരിക്കാം, നാം കൂടുന്ന സഭയിലോ ദൈവജനത്തിനോ എതിരായി നടന്നതുമായിരിക്കാം. ഇവിടെ യെരുശലേമിൻ്റെ പരിതാപകരമായ അവസ്ഥ നെഹമ്യാവ് കേൾക്കുകയാണ്. തൻ്റെ സ്വന്തം ദേശത്തിൻ്റെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മാറി. നെഹമ്യാവ് ആ പ്രശ്നത്തെ തൻ്റെ മനസ്സിലേക്ക് ഏറ്റെടുത്തു. ഇതിനൊരു പരിഹാരമുണ്ടായേ മതിയാകുകയുള്ളൂ എന്ന് തീരുമാനിച്ച നെഹമ്യാവാണ് ദൈവസന്നിധിയിൽ ഉടനടി അഭയമായി ചെന്നത്. യഥാർത്ഥത്തിൽ നെഹമ്യാവും മതിൽ പണിയുമായി യാതൊരു ബന്ധവുമില്ല, പരിചയവുമില്ല. അവൻ രാജസന്നിധിയിലെ ഒരു പാനപാത്രവാഹകൻ മാത്രമാണ്. The dream of yesterday is the hope of today and the reality of tomorrow. ഇന്നലത്തെ സ്വപ്നം ഇന്നത്തെ പ്രതീക്ഷയും നാളത്തെ യാഥാർത്ഥ്യവുമാകുന്നു. യെരുശലേമിൻ്റെ ഇടിഞ്ഞുകിടക്കുന്ന മതിൽ പണിയപ്പെടണം. തീ വെച്ച് ചുട്ടുകിടക്കുന്ന വാതിലുകളെ മാറ്റി പുതിയ വാതിലുകൾ വെച്ച് പിടിപ്പിക്കണം. നെഹമ്യാവേ, നീ ഒരു പാനപാത്രവാഹകൻ മാത്രം. നീ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? നെഹമ്യാവിനിന്ന് നമ്മോട് പറയുവാനുള്ളത്, മതിൽ പണിയും മരപ്പണിയുമായി എനിക്ക് യാതൊരു പരിചയമില്ല എന്നത് സത്യം തന്നെ. എന്നാൽ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ മനസ്സിൽ കണ്ടതായ വീണ്ടും പണിതെടുത്ത യെരുശലേം പട്ടണം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തരുവാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, ദൈവമാണ് നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങൾ തന്നതെങ്കിൽ അത് നടപ്പിലാക്കുവാനുള്ള ഇതര കാര്യങ്ങൾ ദൈവം നമ്മിൽ എത്തിച്ചിരിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.